മലപ്പുറം ജില്ലയുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നബിദിന റാലികൾ തിരുവോണനാളിൽ പൂക്കളമിട്ട വീടുകളിലും ഘോഷയാത്ര കടന്നെത്തി. മേൽമുറിയിൽ ഒരു ഗൃഹനാഥൻ ഉസ്താദുമാർക്ക് ഓണക്കോടിയും സമ്മാനിച്ചു. നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നുവെന്ന പ്രത്യേകതയുള്ള വർഷമാണ് 2025. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന റിയൽ കേരള സ്റ്റോറി കാണാൻ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് പാലക്കാട് വെച്ച് പറഞ്ഞിരുന്നു. മന്ത്രിയുടെ പ്രവചനം സത്യമാക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് മലപ്പുറത്ത് കാണാൻ സാധിച്ചത്. വിവിധ മസ്ജിദുകൾ സംഘടിപ്പിച്ച നബിദിന റാലികൾ പൂക്കളമിട്ട വീടുകളും സന്ദർശിച്ചു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നായിരുന്നു ഘോഷയാത്രകൾ കടന്നുപോയത്. നജാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലുള്ള നബിദിന റാലി അധികാരത്തൊടി കൊളത്തൂർ കുന്നത്ത് തറവാട് മുറ്റത്തുകൂടി കടന്നുപോയപ്പോൾ കൈനിറയെ സമ്മാനവുമായായിരുന്നു ഗൃഹനാഥൻ സുനിൽകുമാറിന്റെ വരവ്. എല്ലാവർക്കും പുത്തൻ കുപ്പായങ്ങൾ. സുനിൽകുമാറിന്റെ അമ്മ വിജയകുമാരിയാണ് ആദ്യ ഓണക്കോടി നൽകിയത്. തുടർന്ന് ബാക്കിയുള്ള ഉസ്താദുമാർക്കും ഓണക്കോടി വിതരണം ചെയ്തു. ഓണവും നബിദിനവും ഒരുമിച്ച് വന്നതിനാലാണ് ഇത്തവണ ഓണക്കോടി വിതരണം ചെയ്തതെന്ന് സുനിൽ പറഞ്ഞു. മുൻ വർഷങ്ങളിലും നബിദിന റാലിക്ക് ഈ വീട്ടുകാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മിഠായി നൽകിയായിരുന്നു സ്വീകരണം. ന്യൂസ് 18 തിരൂർ.